ഗീതാ ഗോപി, അങ്ങേക്ക് 9 മിനിറ്റ്. സർ, കേരളത്തിൻ്റെ വികസന മാതൃകയെയും ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെയും ബാധിക്കുന്ന നിരവധി നയവ്യതിയാനങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് ഈ ബഡ്ജറ്റിലുണ്ട് സർ. അതുകൊണ്ടാണ് ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. സർ, ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ബജറ്റ് എന്നത് സർ വെറും വരവ് ചെലവ് കണക്കല്ല സർ. സർ, സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലെ അസമത്വങ്ങൾ കുറയ്ക്കുക, നമ്മുടെ സംസ്ഥാനത്തെ പിന്നോക്ക വിഭാഗങ്ങളിലെ ജീവിത നിലവാരം ഉയർത്താനും സർക്കാരിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ കാഴ്ചപ്പാടുകൾ പ്രകടമാക്കുന്നതിനുള്ള ഒരു ഉപകരണം കൂടിയാണ് സർ കേരള സംസ്ഥാന ബഡ്ജറ്റ്. സർ, എനിക്കിവിടെ പറയാനുള്ളത് സർ, കഴിഞ്ഞ മാർച്ച് മാസം അവസാനിക്കുന്നതോടുകൂടി കേരളത്തിൻ്റെ ഖജനാവിൽ 6000 കോടിയിൽ പരം വരുന്ന സാമ്പത്തിക സ്രോതസ് ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവിൽ സ്വരൂപിച്ചുകൊണ്ടാണ് സാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സാർ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കേരളം ഭരിക്കുന്ന സന്ദർഭത്തിൽ ഒട്ടനവധി പ്രതിസന്ധികളെ നേരിട്ടതായിരുന്നു സാർ അന്നത്തെ സർക്കാർ. സാർ, ഓഖി ദുരന്തവും ഏറ്റവും വലിയ കേരളം കണ്ട പ്രളയവും കോവിഡ് എന്ന മഹാമാരിയും അതിനുശേഷം വയനാട് നടന്ന ഉരുൾപൊട്ടൽ ദുരന്തവും, ഇതിനെല്ലാം വളരെ ഗൗരവതരം കേരളത്തിൻ്റെ ജനത്തിൻ്റെ ജീവിതത്തിനും ജീവനും സ്വത്തിനും ഒരു ജീവൻ രക്ഷാ സംസ്ഥാനമായി അന്നത്തെ സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ ശരീരത്തിൽ ഒരു തരി ജീവനുണ്ടെങ്കിൽ അതിൻ്റെ രക്ഷാപ്രവർത്തനവും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും കൃത്യനിർവഹണം നടത്തിയ സർക്കാരാണ്. ആ സർക്കാരിൻ്റെ പേരാണ് സാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. സാർ, ഇവിടെ ഇന്ന് ധനാഭ്യർത്ഥനയിൽ നിരാകരിക്കേണ്ട ചില കാര്യങ്ങളിൽ വ്യക്തമായി എനിക്ക് പറയാൻ ഈ സഭയ്ക്കകത്ത് ആഗ്രഹിക്കുകയാണ് സാർ. സാർ, കേരളത്തിലെ കിഫ്ബി പ്രോജക്റ്റിനെ സംബന്ധിച്ച് ഈ സർക്കാരിൻ്റെ നിലപാട് എന്താണ് സാർ? സാർ, ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ സാർ പറഞ്ഞല്ലോ, കിഫ്ബിയുടെ 1ാം ഘട്ട പ്രവൃത്തിയും 2ാം ഘട്ട പ്രവൃത്തിയും ബഹുമാനപ്പെട്ട നിയോജക മണ്ഡല MLA-യുമായി റിവ്യൂ ചെയ്ത് അതിൻ്റെ വേണ്ടതായ നിർദ്ദേശം നൽകുമെന്ന് അദ്ദേഹം സബ്മിഷൻ മറുപടി കൊടുത്തു. സാർ, കിഫ്ബി പ്രോജക്റ്റിലൂടെ കേരളത്തിൻ്റെ എത്രമാത്രം അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് സാർ ഈ കഴിഞ്ഞ സർക്കാർ പണം ചെലവഴിച്ചത് സാർ? കിഫ്ബിയിലൂടെ എത്രമാത്രം വികസന പദ്ധതികൾ സാർ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൽ നടപ്പിലാക്കി സാർ? സമഗ്ര കുടിവെള്ള പദ്ധതി, അതുപോലെ തന്നെ നാട്യ തൃപ്രയാർ മേഖലയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പദ്ധതി തൃപ്രയാർ പുതിയ പാലം, താന്യം മന്തിക്കാട് ചാഴൂർ പ്രദേശത്തുള്ള കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് 34 കോടി ഉപയോഗിച്ചുള്ള കുടിവെള്ള പദ്ധതി ഇപ്പോൾ ഓൺഗോയിങ് ആണ് സാർ, പദ്ധതിയുടെ അവസാന ഘട്ടത്തിലാണ്. നാട്ടിക തീരദേശത്തിന് സമഗ്രമായൊരു കുടിവെള്ള പദ്ധതി 113 കോടിയാണ് സാർ കഴിഞ്ഞ സർക്കാർ വിഭാവനം ചെയ്തത്. തീരമേഖലയ്ക്ക് കഴിയാവുന്നത്ര മത്സ്യബന്ധന മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് അവരുടെ ജീവിതത്തിൽ അത്രമാത്രം ഉയർന്ന നിലവാരത്തിലുള്ള വികസന പദ്ധതികൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചു സാർ. ഞാൻ അതാണ് കിഫ്ബിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ സർക്കാരിൻ്റെ നിലപാടുകൾ ഇവിടെ വ്യക്തമാക്കണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നത്. സാർ, മത്സ്യബന്ധന മേഖല എന്താണ് സാർ അവിടുത്തെ അവസ്ഥ? മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവൻ ബലികഴിപ്പിച്ച് ആഴക്കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്ന അവരുടെ ജീവനും സ്വത്തിനും എല്ലാം കഴിഞ്ഞ സർക്കാരിൻ്റെ ഒരു സംരക്ഷണ വലയമുണ്ടായിരുന്നു സാർ. തീരദേശ പാക്കേജ് ഉണ്ടായിരുന്നു സാർ. ആ പാക്കേജിൽ എന്തെല്ലാം മാത്രം പദ്ധതികളാണ് സാർ കൊടുത്തിരിക്കുന്നത്? അതൊരു ജനക്ഷേമ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള യാഥാർത്ഥ്യമായിരുന്നു സാർ കഴിഞ്ഞ സർക്കാർ എടുത്ത ഓരോ ചുവടുവെപ്പുകളും. ഇതൊന്നും നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊരു നവകേരളത്തെയാണ് LDF സർക്കാർ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇത്രമാത്രം പ്രതിസന്ധിയിൽ ഒരു നവകേരള സൃഷ്ടിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ കേരളത്തെ നയിച്ചിരുന്നത് ഏത് രീതിയിലാണ് എന്നുള്ള ദിശാബോധം കേരള ജനതയ്ക്ക് വരും വർഷങ്ങളിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സാർ. ആ ഒരു വിശ്വാസം ഒരിക്കലും ഞങ്ങൾ കൈവിടാതെ അവിടെ 100-ൽ പരം MLA-മാരുടെ ശബ്ദമുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തും 34 പേര് 35 പേരടങ്ങുന്ന ഞങ്ങളുടെ ശബ്ദം ഈ കേരള ജനത വരും വർഷങ്ങളിൽ തിരിച്ചറിയും സാർ. ജനക്ഷേമ വികസനങ്ങളിൽ എത്രമാത്രം സോണുകളിലാണ് നമ്മുടെ കേരളം കിടക്കുന്നത്. കൃഷിയായാലും വ്യാവസായികമായാലും തീരദേശമായാലും ടൂറിസം മേഖലയായാലും ഗ്രാമവികസന മേഖല ജലസേചന പദ്ധതികളായാലും
എത്രമാത്രം സമസ്ത മേഖലകളിലാണ് കഴിഞ്ഞ സർക്കാരിന്റെ ചുവടുവെപ്പ് ഉണ്ടായിട്ടുള്ളത്. ഏതെങ്കിലും കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടായി എന്ന് പറയുന്നതോടൊപ്പം ഈ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ ജനക്ഷേമ വികസനത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ച സർക്കാരായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞ പ്രളയത്തിലും കോവിഡിലും എത്രമാത്രം ജനങ്ങളുടെ ജീവനും സ്വത്തിനും വലിയൊരു അളവിൽ സ്വാധീനം ചെലുത്തിയൊരു സർക്കാർ ഉണ്ടായിരുന്നു സാർ. ആ സർക്കാരിന്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. നിങ്ങൾക്കൊരു മാസം കൊണ്ടെടുക്കാൻ പറ്റാവുന്ന തീരുമാനങ്ങൾ 3 മാസം കൊണ്ട് നടത്തും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രസന്റേഷൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു സാർ. പക്ഷേ 5 വർഷത്തിനുള്ളിൽ കഴിഞ്ഞ സർക്കാരിന്റെ ജനക്ഷേമ വികസനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തുടരാൻ ആഗ്രഹിക്കുന്ന പദ്ധതികൾ ഒരു ഗവൺമെന്റിന്റെ ഭരണ തുടർച്ചയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കിഫ്ബി പ്രോജക്റ്റുകളെയും മറ്റു അനുബന്ധ വികസന പ്രവർത്തനങ്ങളെയും തുടർന്നു പോകാൻ ഈ സർക്കാർ ജാഗ്രത പാലിക്കണം എന്നാണ് ഈ ബഡ്ജറ്റിലൂടെ എനിക്ക് പറയാനുള്ളത്. സാർ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ജൈവിക രീതിയിൽ കൃഷിയെ, കാർഷിക സംസ്കാരത്തെ, അന്യം നിന്നുപോയ കാർഷിക സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞ സർക്കാർ ശ്രമിച്ചു സാർ. ആ ശ്രമകരത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ആദ്യമായി കേരളത്തിലെ കൃഷി വകുപ്പിൽ നടപ്പിലാക്കിയ വലിയൊരു പദ്ധതിയാണ് സാർ കേര എന്ന പദ്ധതി. സാർ, കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി മറുപടി പറഞ്ഞു കേര പദ്ധതി ഈ സർക്കാരിന്റെ വലിയൊരു നേട്ടമാണ് എന്നുള്ളത്. സാർ, കാലാവസ്ഥ അനുപൂരകമാക്കിയിട്ടുള്ള ഈ പദ്ധതിയിൽ 2500 കോടി രൂപ കേരളത്തിലെ കാർഷിക മേഖല ചെലവഴിച്ച ഈ പദ്ധതി നടപ്പിലാക്കിയത് കഴിഞ്ഞ സർക്കാരാണ് സാർ. അതങ്ങ് പിന്തുടർന്നു എന്നുള്ളതിൽ വളരെയധികം അഭിമാനം. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കായി നൽകിയ ജൈവിക രീതിയിലുള്ള കാർഷിക കൃഷി രീതി, അങ്ങ് പറഞ്ഞ കൃഷി സഖി എന്ന പദ്ധതി സ്വാഗതാർഹമാണ്. പക്ഷേ ഇവിടെ ജൈവിക മാതൃകയിൽ കാർഷിക മേഖലയിൽ വിളവെടുക്കുന്നതിനും ആ വിളവെടുക്കുന്ന കൃഷിക്കാരൻ്റെ മാർക്കറ്റിംഗ് സംവിധാനങ്ങളെ സംബന്ധിച്ചും എത്രമാത്രം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള യഥാർത്ഥ റിപ്പോർട്ട് അങ്ങ് കഴിഞ്ഞ സർക്കാരിൻ്റെ റിപ്പോർട്ടിലൊന്ന് നോക്കണം സാർ. കാരണം മാർക്കറ്റിംഗ് വിപണന സംവിധാനത്തിൽ എത്രമാത്രമാണ് കേരളത്തിൽ വിപണന സാധ്യത സർക്കാർ തലത്തിൽ കർഷകർക്ക് അനുകൂലമായിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി അങ്ങ് തിരിച്ചറിയണം സാർ. ടൂറിസത്തിൻ്റെ സാധ്യതയിൽ ഇടം പിടിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് സാർ എൻ്റെ മണ്ഡലം, നാട്ടിക, തളിക്കുളം, വലപ്പാട് മേഖല. ടൂറിസത്തിൻ്റെ സാധ്യതകൾ അനന്തമായി നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒട്ടനവധി പദ്ധതികൾ ഈ മേഖലയിലുണ്ട് സാർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരദേശവും ഹൈവേയും നാഷണൽ ഹൈവേയും വരുന്നതോടുകൂടി കേരളത്തിൻ്റെ മുഖച്ഛായ മാറിയിരിക്കുകയാണ് സാർ. സാർ, കേരളത്തിലെ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഭൂമി ഒരുക്കി കൊടുക്കുന്നതിനും ആ നാഷണൽ ഹൈവേയുടെ വികസനം കാസർഗോഡ് ജില്ല മുതൽ തിരുവനന്തപുരം ജില്ല വരെ വ്യാപിച്ചത് വികസനം ദേശീയ ടൂറിസം തലത്തിലേക്ക് ഉയർന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ നോർത്ത് ഇന്ത്യൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് സാർ നമ്മുടെ കേരളത്തിൻ്റെ പച്ചപ്പ്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നതോടൊപ്പം ടൂറിസത്തിൻ്റെ തീരദേശ മേഖലയിലെ ഒട്ടനവധി പദ്ധതികൾ, ഇക്കോ ടൂറിസം, അതുപോലെ തന്നെ ബീച്ച് ടൂറിസം, അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള സർക്കാരിൻ്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ജോയിൻ്റ് ആയിട്ടുള്ള ചില ടൂറിസം പദ്ധതികളുണ്ട് സാർ. അതുപോലെ തന്നെ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകൾ ഇടം പിടിക്കുന്ന കേരളത്തിൻ്റെ എല്ലാ നിലയിലുള്ള വികസന പദ്ധതികൾ അതാത് മേഖലയിലെ മണ്ഡലത്തിലെ എത്രമാത്രം പ്രസക്തമായി നമുക്ക് നടപ്പിലാക്കാൻ പറ്റൂ എന്നുള്ള സാധ്യത പോലും ഈ ബഡ്ജറ്റിൽ ഊന്നി കാണിക്കുന്നില്ല സാർ. സാർ, ഞാൻ നിർത്തുകയാണ്. മത്സ്യബന്ധന മേഖലയിൽ എനിക്ക് അവസാനമായി പറയാനുള്ളത്, പഞ്ഞമാസക്കാലത്ത് ഗവൺമെൻറ് കൊടുക്കാറുള്ള പ്രാദേശികപരമായിട്ടുള്ള സഹായങ്ങൾ, അതിനുപരി അവരുടെ ജീവിതത്തിലെ ഏറ്റവും ക്രിയാത്മകമായിട്ട് വരുന്ന ഈ 2-3 മാസത്തിൽ സർക്കാർ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ 1 മാസത്തിനകം CM കൊടുക്കും എന്ന് പറയുന്നതോടൊപ്പം സാർ, എൻ്റെ മണ്ഡലത്തിലെ 3 പഞ്ചായത്തുകളിലായി പ്രധാനമായി നാട്ടിക തീരദേശ മേഖലയിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു പ്രവർത്തനം, ഒരു സേവനം ഈ അടുത്ത കാലത്തായി പത്മശ്രീ MA യൂസഫ് അലി സാർ നടത്തുകയുണ്ടായി സാർ. യൂസഫ് അലിയെ സംബന്ധിച്ചിടത്തോളം പഞ്ഞമാസക്കാലത്ത് 2 മാസം കടലിൽ പോവാൻ കഴിയാത്ത ഈ കുടുംബങ്ങൾക്ക് അവരുടെ വീട്ടാവശ്യത്തിനും അവരുടെ നിത്യജീവിതത്തിനും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നത്തിനും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ഒരു റിപ്പോർട്ട് ഞാൻ ഈ സഭയ്ക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് സാർ. അത്രമാത്രം ജീവകാരുണ്യ രംഗത്ത് മത്സ്യബന്ധന മേഖലയിൽ അദ്ദേഹം ചെയ്ത ആ ഒരു സന്നദ്ധ സേവനം ഞാൻ ഈ സഭയ്ക്ക് മുന്നിൽ പ്രകടമാക്കുന്നതോടൊപ്പം ഈ തീരദേശ മേഖലയായ മണ്ഡലത്തിലെയും വരാൻ പോകുന്ന പദ്ധതികളെ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടും ഈ സഭയ്ക്കകത്ത് സമർപ്പിക്കുമ്പോൾ നാട്ടിയുടെ ഒരു തുടർ വികസനത്തായി ഏറ്റവും സുപ്രധാനപ്പെട്ട കിഫ്ബി എന്ന പദ്ധതിയിൽ ഏകദേശം 3-4 ഘട്ടങ്ങളിലായി ഈ പദ്ധതികൾ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ് സാർ. അങ്ങ് ഇവിടെ
ചൂണ്ടിക്കാണിച്ചു ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി. please conclude. കിഫ്ബിയിലൂടെ നടപ്പിലാക്കുന്ന 28 കോടി രൂപയുടെ പുതിയൊരു ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനയ്ക്ക് ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനി ഏറ്റെടുത്ത പ്രവൃത്തി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന ഒരു ഘട്ടം. സാർ, വർക്ക് അവാർഡ് കൊടുത്തിട്ടില്ല, സെലക്ഷൻ മെമ്മോ കൊടുത്തിട്ടില്ല, LOA ഒപ്പിട്ടിട്ടില്ല. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് സാർ? കിഫ്ബി എന്ന് പറയുന്ന പദ്ധതിയെ ഈ സർക്കാർ മുന്നോട്ട് പോകുമോ എന്നൊരാശങ്കയാണ് സാർ. സാർ, ജനങ്ങളുടെ മുന്നിൽ സമർപ്പിച്ച പദ്ധതികൾ, സാർ ജനങ്ങളോട് ഉറപ്പ് കൊടുത്ത പദ്ധതികൾ, സാർ ജനങ്ങൾക്കായി ശുദ്ധജല വിതരണത്തിനായി നടന്നുകൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ, ഇതെല്ലാം കിഫ്ബിയിലൂടെയാണ് സാർ. അത്തരത്തിലുള്ള കിഫ്ബി പദ്ധതികൾ ഈ സർക്കാരിന്റെ നേർക്കാഴ്ചയിലൂടെ കൊണ്ടുപോകാൻ ഈ സഭയ്ക്ക് മുന്നിൽ പ്രകടമാക്കുന്നത് ഒരു ജനതയുടെ, ഒരു മണ്ഡലത്തിന്റെ ജനങ്ങളുടെ വികാരമാണ് സാർ. ആ വികാരത്തെ ഈ സർക്കാർ അനുകൂലമായിട്ടുള്ള സമീപനം എടുക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഈ നയപ്രഖ്യാപനത്തെ ഞാൻ എതിർക്കുകയാണ് സാർ.